ഫെബ്രുവരി 25 രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് രക്തസാക്ഷിത്വം. ഭാരതസഭയിലെ പ്രഥമ രക്തസാക്ഷിണിയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. സത്യവിശ്വാസം നൽകിയ തീഷ്ണതയിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരുപോലെ പ്രദർശിപ്പിച്ച സിസ്റ്റർ റാണി മരിയ സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തൻ്റെ 41-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ പുല്ലുവഴി ഇടവകയിൽ 1954 ജനുവരി 29-ാം തീയതി പട്ടാലിൽ കുടുംബത്തിൽ പൈലി ഏലീശോ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായാണ് റാണി മരിയ ജനിച്ചത്. മറിയം എന്ന പേരിൽ ഫെബ്രുവരി 5-ാം തീയതി അവൾ മാമോദിസ സ്വീകരിച്ചു. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും അവൾ അവരുടെ മേരിക്കുഞ്ഞായിരുന്നു. ഈശോ എന്ന മധുരനാമമായിരുന്നു അവൾ ആദ്യം പഠിച്ച വാക്ക്. വല്യമ്മച്ചിയോടൊപ്പം എന്നും പള്ളിയിൽ പോയിരുന്ന മേരിക്കുഞ്ഞ് ഭക്തിപൂർവ്വം ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു. 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച അവൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ അവൾ സദാ സന്നദ്ധയായിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന മേരിക്കുഞ്ഞ് പാവങ്ങളെയും രോഗികളെയും പ്രത്യേകം സ്നേഹിച്ചു. കുട്ടിക്കാലത്ത് തന്നെ അനുസരണവും ദാരിദ്ര്യ ചൈതന്യവും ലാളിത്യവും ഹൃദയവിശുദ്ധിയും അവളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയും പ്രാർത്ഥനയും വിശുദ്ധരുടെ ജീവചരിത്ര വായനയും അവളിൽ പ്രേക്ഷിത ചൈതന്യം ഊതികത്തിച്ചു. ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ വിളിക്കുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. 1972 ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന തിരുനാൾ ദിനത്തിൽ മേരിക്കുഞ്ഞ് കിടങ്ങൂരുള്ള ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ ചേർന്നു. പരിശീലനത്തിന് ശേഷം 1974 മെയ് 1-ന് സിസ്റ്റർ റാണി മരിയ എന്ന പേരിൽ സഭാവസ്ത്രം സ്വീകരിക്കുകയും പ്രഥമ വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. മിഷൻ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ അവൾ തീഷ്ണമായി ആഗ്രഹിച്ചു. 1975 മിഷൻ പ്രവർത്തനത്തിനായി അവൾ ബിജനൂർ രൂപതയിലേക്ക് അയക്കപ്പെട്ടു. തീഷ്ണതയോടുകൂടി യേശുവിനെ അറിയാത്ത ജനങ്ങൾക്കിടയിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൾ ജീവിച്ചു. 1980 മെയ് 22-ന് സിസ്റ്റർ റാണി മരിയ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ പൂർണ്ണ സമർപ്പിതയായി. അവളിലെ പ്രേക്ഷിത ചൈതന്യം പൂർവാധികം ഉജ്ജ്വലിച്ചു. 1983 സപന രൂപതയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച സിസ്റ്റർ റാണി മരിയ അവിടുത്തെ ജനങ്ങളിലെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിനായി പല പദ്ധതികൾക്കും രൂപം കൊടുത്തു. സാമൂഹിക ശാസ്ത്രത്തിൽ വിരുദ്ധാരണിയായ സിസ്റ്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആത്യന്തികമായി ദൈവസ്നേഹത്തിലേക്ക് ഏവരെയും ആനയിക്കുക എന്നതായിരുന്നു സിസ്റ്ററിൻ്റെ ലക്ഷ്യം. 1992 ഇൻഡോർ രൂപതയിലെ ഉദയനഗർ എന്ന പ്രദേശത്തെത്തിയ അവൾ പട്ടിണിയും രോഗവും കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ദരിദ്രരായ ജനങ്ങളെയാണ് അവിടെ കണ്ടത്. നിരക്ഷരായ അവരെ സമ്പന്നന്മാരായ ജന്മികമാരും വ്യാപാരികളും ചൂഷണം ചെയ്യുന്നുവെന്ന് സിസ്റ്റർ മനസ്സിലാക്കി. പ്രാർത്ഥനയിൽ നിന്നും കരുത്ത് നേടിയ സിസ്റ്റർ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി. അങ്ങനെ വീടില്ലാത്തവർക്ക് വീടുകളും ഗ്രാമത്തിൽ വൈദ്യുതിയും വെള്ളവും ലഭിച്ചു. ഗ്രാമങ്ങൾ തോറും സേവാ സമിതികളും സഹകരണ സംഘങ്ങളും ശക്തിപ്പെടുത്തി അവരെ സ്വയം പര്യാപ്തരാക്കി. അതോടൊപ്പം തന്നെ പാവങ്ങളെ ചൂഷണം ചെയ്തിരുന്ന ജന്മിമാരുടെയും വ്യാപാരികളുടെയും കണ്ണിലെ കരടായി സിസ്റ്റർ റാണി മരിയ മാറിയിരുന്നു. പലപ്പോഴും അവർ വധഭീഷണി മുഴക്കിയിരുന്നു. എങ്കിലും അതിലൊന്നും ആ പ്രേക്ഷിത റാണി തളർന്നില്ല. 1995 ഫെബ്രുവരി 24 ശനിയാഴ്ച സിസ്റ്റർ റാണി മരിയ ബസിൽ ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് പുറപ്പെട്ടു. പതിവിൽ നിന്ന് വിപരീതമായി പിൻസീറ്റിലാണ് സിസ്റ്ററെ ഇരുത്തിയത്. ശത്രുക്കൾ ഏർപ്പാടാക്കിയ സമുദ്രസിംഗ് എന്ന വാടക കൊലയാളിയും അതേ ബസ്സിലുണ്ടായിരുന്നു. ബസ് നാച്ചുറൽ ബോർമലയുടെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്ന വാടക കൊലയാളിയായിരുന്ന സമന്തർ സിംഗ് യാത്രക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ഡ്രൈവറോട് ബസ് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. വഴിയാത്രക്കാർ സ്ഥിരമായി തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയ വാടക കൊലയാളി തേങ്ങ എറിഞ്ഞുടച്ചു. തേങ്ങാപ്പൂളുകൾ അയാൾ യാത്രക്കാർക്ക് വിതരണം ചെയ്തു. സിസ്റ്റർക്ക് നേരെയും ഒരു കഷ്ണം നീട്ടി. ഇന്നെന്താ ഇത്ര സന്തോഷമെന്ന് സിസ്റ്റർ ചോദിക്കുന്നു. ഇത് തന്നെ എന്ന് പറഞ്ഞ് അയാൾ സിസ്റ്ററുടെ വയറ്റിൽ കത്തിക്കൊണ്ട് ആഞ്ഞുകുത്തി. സിസ്റ്ററെ അയാൾ വലിച്ച് പുറത്തേക്കിട്ട് ചെന്നിയിലും കൺതടത്തിലും കണ്ണിലും മൂക്കിലും തലയിലും ആഞ്ഞുകുത്തി. 54 മുറിവുകളുണ്ടായിരുന്നു ശരീരത്തിൽ. എൻ്റെ യേശു എൻ്റെ യേശു എന്ന് വിളിച്ച് ആ ശരീരം നിശ്ചലമായി. പിന്നീട് ആ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 27-ന് നിരവധി മെത്രാന്മാരുടെയും 100 കണക്കിന് വൈദികരുടെയും 1000 വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ഉദയനഗർ പള്ളിയുടെ സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സിസ്റ്റർ റാണി മരിയ അടക്കം ചെയ്തു. തൻ്റെ ദിവ്യ മണവാളനോടുള്ള വ്യക്തിപരമായ സ്നേഹമാണ് അവളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അന്തസത്തയായിരുന്നത്. 10 വർഷം യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ സിസ്റ്ററുടെ കൊലപാതകി ജയിലിൽ കഴിഞ്ഞു. ജയിൽ മോചിതനായ മാനസാന്തരപ്പെട്ട കൊലയാളിയെ സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലേക്കുള്ള നാൾവഴികൾക്കിടയിൽ ഘാതകൻ
കുടുംബാംഗമായി മാറി എന്ന അത്യപൂർവ ചരിത്രമാണ് സിസ്റ്റർ റാണി മരിയയുടേത്.